ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് ഒരാളെ കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യുമ്പോ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ എന്നെ പോലെയുള്ള കുറച്ച് ആൾക്കാർക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് ഓർത്ത് ചെയ്യുന്നതാണ്. അപ്പൊ ചോദിക്കട്ടെ, ചേട്ടാ ശരിക്കും ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ? അതാണല്ലോ വർക്ക് ഇപ്പോള്. അപ്പൊ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ്ങും മനസ്സിലായി. അപ്പൊ അത് ഇപ്പൊ എനിക്ക് കല്യാണത്തിന് മുന്നേ ഒന്നും അറിയത്തില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് അതായത് ചേട്ടയുടെ കൂടെ കൂടിയ പിന്നെയാണ് എനിക്ക് അതിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ എങ്കിലും കിട്ടിയത്. ഇപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ചേട്ടാ ഇങ്ങനെ ഓരോ ലെവലുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോ അവിടുന്ന് ഞാൻ ചില രീതിയിൽ എന്റെ രീതിയിൽ ട്രേഡുകളും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ ചേട്ടായിടൊന്നും ചോദിക്കാറൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് അത് കിട്ടാറുണ്ട്, പ്രോഫിറ്റ് ആവാറുണ്ട്. ചില സമയത്ത് അത്യാവശ്യം നല്ല ലോസും ആവാറുണ്ട്. അപ്പോ എനിക്ക് ശരിക്കും ഞാൻ കുറെ ആഗ്രഹമുണ്ട് പഠിക്കണമെന്ന്. പക്ഷെ എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. അപ്പൊ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇത് ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാം. ഇന്ന ഒരാളുടെ കുത്തക ആയിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. പക്ഷെ അത് പഠിച്ചെടുക്കണമെങ്കിൽ അതിന് നല്ല പേഷ്യൻസ് വേണം, നല്ല ക്ഷമയോട് കൂടി ഇരുന്നെങ്കിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുക. പേഷ്യൻസ് മാത്രമല്ല, അതിനോടുള്ള ഒരു താല്പര്യം കൂടി, നല്ല ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാൻ ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാം. അപ്പൊ ഇതിന് എന്തെങ്കിലും ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കൺസേൺ. പിന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ എന്റെ കുറച്ച് കൂട്ടുകാരൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇതില് കണക്ക് അറിഞ്ഞിരിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വേറൊന്നും വേണ്ട, ഒരു അത്യാവശ്യം കോമൺ സെൻസ് ഉണ്ടായിരുന്നു. അതായത് എന്താ പറയാ, കണക്കെന്ന് പറഞ്ഞ ഏറ്റവും ബേസിക്. അതായത് ഇപ്പൊ ഇങ്ങനെ ഉദ്ദേശിക്കുക, ഇപ്പൊ ഒരു 100 രൂപയുടെ ഒരു സ്റ്റോക്ക് ഷെയർ വാങ്ങി അതൊരു 5 രൂപ കയറി കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ 10 രൂപ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ലോസ് വരുന്നുള്ള അത്രയുമെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് നോളജ് മാത്രം മതി. അല്ലാതെ അങ്ങനെ ഒരു ഹയർ മാത്തമാറ്റിക്കൽ നോളജിന്റെ ആവശ്യമില്ല. പിന്നെ ഒരു ബേസിക് ടെക്നിക്കൽ സ്കിൽ, അതിപ്പോ ഇന്ന് എല്ലാവർക്കും അറിയാം. മൊബൈലിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അത്യാവശ്യം മൊബൈൽ ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് ചെയ്യാം. എന്നാൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്ത് പോകുന്നത്. ശരി ശരി. പിന്നെ ഇതിപ്പം നമ്മളൊരു ക്ലാസ്സുകളൊക്കെ എവിടെയെങ്കിലും അറ്റൻഡ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ എത്ര നാളത്തെ ക്ലാസ് ഒക്കെ എടുക്കണം? എത്ര നാളുകൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും? അതെങ്ങനെയുണ്ടോ? നമ്മളിപ്പോ ക്ലാസ് കൊടുക്കുന്നത് 6 മാസത്തെയാണ്. അത് ട്രേഡിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് 6 മാസത്തേക്ക് കൊടുക്കുന്നത്. അത് അല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതായത് ഇപ്പോ ഒരു വർക്കിംഗ് പ്രൊഫഷൻ അല്ലെങ്കിൽ നല്ല ബിസിനസ് ഒക്കെ റൺ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബിസിനസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവർക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഏരിയ ആണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി ചെയ്തോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തോ കിട്ടുന്ന സമ്പാദ്യം അവർക്ക് ബാങ്കിൽ FD ഇടുന്നതിന് പകരം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അത് ഏതൊക്കെ സ്റ്റോക്കുകളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ട്രെയിനിങ്ങിനൊക്കെ ഒരു 1 മന്ത് ടൈം ധാരാളം മതി. പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റില് ഏതൊക്കെ ഇതാണുള്ളത്, ഏതൊക്കെ സെക്ഷൻ ആണുള്ളത്? നമ്മള് ഓപ്ഷൻ ട്രേഡിങ് അങ്ങനെയുള്ള ഓരോ ഇതുണ്ടല്ലോ, അതല്ല അത് കൂടാതെ എത്ര ഇതുണ്ട്? സാധാരണ ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ട്. അതായത് ഷെയർസ്, നമ്മൾ ഇപ്പൊ ഒരു കമ്പനിയുടെ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞപ്പോ റിലയൻസിന്റെ ഒരു ഷെയർ നമ്മൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഓണർഷിപ്പിന്റെ ഒരു ഭാഗമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന ഷെയറുകൾ എത്ര കാലം വേണമെങ്കിലും നമുക്ക് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും. അതിന്റെ പ്രോഫിറ്റിന്റെ ഒരു വിഹിതം ഡിവിഡന്റ് ആയിട്ട് നമുക്ക് കിട്ടും. പ്ലസ് ബോണസ് ഷെയർസ്, എന്തൊക്കെയാണോ കമ്പനി ഒരു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എല്ലാ റൈറ്റും നമുക്ക് കിട്ടും. അതാണ് അതിന്റെ ഒരു ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ്, ഇക്വിറ്റി സെഗ്മെന്റ് എന്ന് പറയും. പിന്നെ അതിനപ്പുറത്തേക്കുള്ളതാണ് ഡെറിവേറ്റീവ് സെഗ്മെന്റ് എന്ന് പറയും. അതില് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, അതിന്റെ 2 ഡിവിഷൻസ് ഉണ്ട്. പിന്നെ അതിനും അതല്ലാതെ കമ്മോഡിറ്റി മാർക്കറ്റ് ഉണ്ട്, കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഉണ്ട്, കറൻസി ഡെറിവേറ്റീവ്സ് ഉണ്ട്. അങ്ങനെ പല സെഗ്മെന്റുകൾ അവൈലബിൾ ആണ്. പക്ഷെ പുതിയൊരാള് മാർക്കറ്റിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഏറ്റവും നല്ലത് എപ്പോഴും ഇക്വിറ്റി മാർക്കറ്റിൽ വന്ന് ഷെയർസ് വാങ്ങിച്ച് കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഓപ്ഷൻ
ഇതുണ്ട്, പിന്നെന്തോ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നല്ലോ, കറൻസി ഡെറിവേറ്റീവ് ഉണ്ട്. അല്ലാതെ ഓപ്ഷൻ ട്രേഡിങ്, ഓപ്ഷൻ ട്രേഡിങ്ങിൽ തന്നെ പല ഇതില്ലേ, ഇൻട്രാഡേ ട്രേഡിംഗ് ഉണ്ട്, സ്വിംഗ് ട്രേഡിംഗ്. അത് തന്നെ, അതാണ് ചോദിച്ചത്. ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡിങ്, അങ്ങനെയല്ലേ? അതെ. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളൊരു അത് സാധാരണ ഷെയർസിലാണ് ചെയ്യുക. ഷെയർസ് നമ്മുടെ ഓപ്ഷൻ അതിലല്ല. ഓപ്ഷനിൽ അങ്ങനെ ചെയ്യാം, അത് വേണമെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് കാണാൻ പറ്റും. അത് ഇപ്പോ സാധാരണ ഷെയർസ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർസ് വാങ്ങിച്ച് ഹോൾഡ് ചെയ്യും. 2 ദിവസം 3 ദിവസം 5 ദിവസം, ചിലപ്പോ 1 മാസം 2 മാസം, അവര് എപ്പോഴാണോ അവര് ആഗ്രഹിക്കുന്ന ഒരു പ്രോഫിറ്റിലേക്ക്, certain പ്രോഫിറ്റിലേക്ക് എത്തുന്ന ആ സമയം കൊണ്ട് അത് വിറ്റ് ഒഴിവാക്കും. ചെറിയ പ്രോഫിറ്റില് കുറച്ച് നാളുകൾ മാത്രം ഹോൾഡ് ചെയ്തുകൊണ്ട് വിറ്റ് മാറുന്ന ഒരു, അത് പേര് തന്നെ അങ്ങനെയാണ്, സ്വിംഗ് എന്നാണ്. സ്വിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഓരോ അപ്പ് ആൻഡ് ഡൗൺ. അപ്പൊ അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കുറെ നാളത്തെ ചാർട്ടുകളൊക്കെ നോക്കി ഇതൊരു സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ടൈം ഫ്രെയിമിലേക്കാണ്, വളരെ ഷോർട്ട് ടൈം ഫ്രെയിമിലേക്കാണ്. ഇതിപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഇയർ 20 ഇയർ ഒക്കെയാണ് അതിന്റെ ഒരു കാലാവധി. അപ്പോ ഇത് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് 1 ഇയറിന്റെ ഉള്ളിൽ ഒരു പൊസിഷൻ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു സ്വിംഗ് ട്രേഡിംഗിന്റെ രീതിയിലേക്ക് മാറും. പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്? പറഞ്ഞു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാണുന്നതാണല്ലോ, ഞാൻ ഇങ്ങനെ ട്രേഡ് ചെയ്ത്, ഞാൻ ട്രേഡ് ചെയ്യാറൊക്കെയാണ്, ഞാൻ ഒളിച്ചൊക്കെ ട്രേഡ് ചെയ്യാറുണ്ട്. പക്ഷെ എന്റെ അക്കൗണ്ട് ചേട്ടായി ഹാൻഡിൽ ചെയ്യുന്നത് കാരണം ഞാൻ എടുക്കുന്ന ട്രേഡുകളൊക്കെ കാണാറുണ്ട്. അല്ലേ? ട്രേഡില് അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ്. അതായത് വളരെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, അത് നന്നായിട്ട് മനസ്സിലായി. അങ്ങനെയുള്ള കുറെ നാളത്തെ ക്ഷമ വേണമെന്നുള്ള കാര്യം മനസ്സിലായി. അതിനപ്പുറം ഈ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ധാരണ പലർക്കും. ഇനി ചില സമയത്ത് അത് പോസിബിൾ ആണ് തന്നെ. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എനിക്ക് തോന്നുന്നു 10 രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങിച്ച് 70 രൂപയ്ക്ക് 80 രൂപയ്ക്ക് അങ്ങനെ വിറ്റിരുന്നില്ല, ഒരു ഓപ്ഷൻ വാങ്ങിച്ചിട്ട്. പക്ഷെ അത് വാങ്ങിച്ചിട്ട് അത് ഞാൻ അതുപോലെയുള്ള മൂവുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതൊക്കെ പല കാലത്ത് സംഭവിക്കും. പക്ഷെ നമുക്കത് കൃത്യമായിട്ട് അത് ക്യാച്ച് ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമല്ല. അപ്പൊ എപ്പോഴും മാർക്കറ്റിലേക്ക് വരുമ്പോ പ്രത്യേകിച്ച് മാർക്കറ്റിന് നമ്മളൊരു ബിസിനസ് ആയിട്ട് കാണുന്നവർ മാത്രമേ അത് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അല്ലാത്തവരെല്ലാം അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു ലോങ് ജേർണി എന്നുള്ള രീതിയിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ ട്രേഡിലേക്ക് ഇറങ്ങുമ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സാധാരണ ആളുകൾ പൈസ നഷ്ടപ്പെടുന്നത് മുഴുവൻ ഇമോഷന്റെ പുറത്താണ്. അതായത് അതിനൊരു ബിസിനസ് ലോജിക്കായിട്ട് ഒരിക്കലും കാണത്തില്ല. പെട്ടെന്ന് 10 രൂപ ഉള്ള ഒരു സ്റ്റോക്കോ അല്ലെ ഓപ്ഷനോ അത് എത്രയും പെട്ടെന്ന് 20 രൂപ 50 രൂപ 100 രൂപ അങ്ങനെ ആയി മാറുമെന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും. പക്ഷെ അവിടെ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം ഒരു ബിസിനസ് പോളിസിയോട് കൂടിയിട്ട് വേണം. ഇപ്പൊ 1 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ അതിൽ എത്ര പെർസെന്റേജ് നമുക്ക് ഒരു ദിവസം റിട്ടേൺ ആണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ എത്ര പെർസെന്റേജ് ആണ് ഒരു ദിവസം ലോസ്, അതൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ നല്ലൊരു മേഖലയാണ്. അതും സാധാരണ ഒരു ബിസിനസ് പോലെ തന്നെയുള്ള ഇൻകമേ പ്രതീക്ഷിക്കാവുള്ളൂ. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ മുന്നിലുണ്ടാവുന്നത്. ഇനിയുമുണ്ട് ഇഷ്ടം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു ക്ലാസ് ആയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സാധാരണ ഒരു ഇതങ്ങനെ ക്ലാസ് ആയിട്ടൊന്നും അല്ല, ഞാനിങ്ങനെ എനിക്ക് എന്റെ കാര്യം അറിയാമല്ലോ. അപ്പൊ അത് എന്നെ പോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഞാനെന്നൊക്കെ പറഞ്ഞാ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുവാണ്. അപ്പൊ എന്നെ പോലെയുള്ള കുറെ ആൾക്കാരുണ്ട്, എന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ ഉപകാരപ്പെടുവാണെങ്കിൽ ചെറിയ കിട്ടുന്ന പോക്കറ്റ് മണിയൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ ചെയ്യാൻ പോസിബിൾ ആണ്. എപ്പോഴും നല്ലത് ഇപ്പൊ നമ്മുടെ ഇൻകം കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ മാസം തോറും ചെറിയ ചെറിയ ഇൻകം ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നല്ലത് അത് ഇപ്പൊ 500 രൂപ ആയിക്കോട്ടെ 1000 രൂപ ആയിക്കോട്ടെ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. അതിലൊരിക്കലും ആ ഒരു ചെറിയ ഫണ്ട് കൊണ്ട് ഒരു കാരണവശാലും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാൻ പാടില്ല. കാരണം നമുക്കത് ട്രേഡിംഗ് എന്ന് പറയുന്നത് അതൊരു പ്യുവർ ബിസിനസ്സാണ്. അപ്പൊ അത് നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, ചിലപ്പോൾ ലോസസ് വേറെ ചെയ്യേണ്ടി വരും. അപ്പൊ ചെറിയ ഫണ്ട് കൊണ്ട് നമ്മൾ ലോസസ് എടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക്
ഒന്നല്ല 2 ട്രേഡിലൂടെ നമ്മുടെ ക്യാപിറ്റലിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ചെറിയ ക്യാപിറ്റൽ ആണെങ്കിൽ ട്രേഡിലേക്ക് ഇറങ്ങരുത്. പക്ഷെ നമുക്ക് ചെറിയ ക്യാപിറ്റൽ ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കമ്പനികളുടെ ഷെയർസ് വാങ്ങിച്ച് കയ്യിൽ വെക്കുക. പക്ഷെ അതിന്റെ റിട്ടേൺ വരിക ചിലപ്പോ ഒരു സർട്ടൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് വർഷം മുന്നോട്ട് വരുമ്പോഴേക്കും ഇതൊരു വലിയൊരു അസറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു കമ്പനിയിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. പല കമ്പനികളില് ഇപ്പൊ ഈ ഒരു മാസം ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ സ്റ്റോക്കാണ് വാങ്ങിച്ചെങ്കിൽ അടുത്ത മാസം അത് വേറെ കമ്പനിയുടെ സ്റ്റോക്കുകൾ വാങ്ങിക്കാം. കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കുറച്ച് നമ്മളിങ്ങനെ ഇതായി വരുന്നുണ്ടല്ലോ, നമ്മളും ചെയ്തു വരുന്നുണ്ടല്ലോ. അതായത് അടുത്തൊരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ ഇതിൽ ഏതൊക്കെ കമ്പനികളാണ് നിലനിന്ന് പോവുക നമുക്ക് ഇപ്പോഴേ പറയാനേ പറ്റത്തില്ല. നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടുകൾ, ഹിസ്റ്ററി മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഭാവന മാത്രമോ ഇങ്ങനെയൊക്കെ ആകാം. അവിടെ ഫ്യൂച്ചറിലേക്ക് ആ കമ്പനികൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതിനൊന്നും നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല കമ്പനികളിൽ നമ്മൾ എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുപോകാൻ പാടും. അപ്പൊ അങ്ങനെ പല കമ്പനികളില് ചെറിയ ഫണ്ട് കൊണ്ട് ഒന്നെങ്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. SIP ഒക്കെ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. വളരെ ചെറിയ ഫണ്ട് കൊണ്ട് വേണമെങ്കിൽ ഈ SIP കാര്യങ്ങളൊക്കെ എനിക്കിപ്പം എന്താണ് ചെറിയൊരു ഐഡിയ ഉണ്ട്. പക്ഷെ ഈ കൂടെ ഉള്ള ആൾക്കാർ, എന്നെ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോ അവർക്ക് അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ ഇതെല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ഭയങ്കര വലുതായി പോകും. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നതിന് ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ. അപ്പൊ അപ്പൊ നമുക്കെന്നാ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിച്ചാലോ? ഇനി ആർക്കെങ്കിലും ഒക്കെ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഞങ്ങള് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ.